സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്നൂര ചെയ്ത രക്ഷക എന്നെയും പൂർണ്ണമായി തന്നിടുന്നു എന്നൂര ചെയ്ത രക്ഷക എന്നെയും പൂർണ്ണമായി തന്നിടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനായി വിടുവിക്കുന്ന ദൈവം എന്ന പേരിൽ ഒരാത്മീയ സന്ദേശം CD ആക്കുവാൻ കഴിഞ്ഞതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിക്കുകയും ഇതിലെ ഗാനങ്ങൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഏവരെയും ദൈവം നിത്യമായ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കർത്തൃശുശ്രൂഷയിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ KV ജോർജ്. ഒരുപക്ഷെ ഇവരെ അബ്രഹാമിന്റെ അടുത്തേക്ക് പോയിരുന്നെങ്കിൽ അവരെ അവിടേക്ക് പോകാൻ അനുവദിക്കാത്തത് കന്നുകാലികളെ ചൊല്ലി ഇടയന്മാരെ ചൊല്ലി പിണക്കമുണ്ടായി പിരിഞ്ഞതാണ്. ഇപ്പോൾ ആ കന്നുകാലി ഇടയന്മാരും എല്ലാം സോദോമിൽ ഗന്ധകവും തീയും ഇറങ്ങി നശിച്ചുപോയി. വെറും കൈയോടെ എങ്ങനെ അബ്രഹാമിന്റെ അടുത്തേക്ക് ചെല്ലും? അതായിരിക്കാം അവരെ അവിടേക്ക് നടത്താൻ ഇടയാക്കാതെ പോയത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യന് വസ്തുവകൾ കത്തിച്ചാലും അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് വസ്തുവകളല്ല, ഭൗതികമായതല്ല. അതുകൊണ്ട് കന്നുകാലികളും ഇടയന്മാരും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹം എന്ന പേർ പ്രാപിച്ച അബ്രഹാം ഞങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾക്ക് വേണ്ടി കരുതും. അബ്രഹാം ഞങ്ങളെ സ്നേഹിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുവാൻ ഈ ലോത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ലോത്തിന് കഴിയാതെ പോയി. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അകത്ത് ഇന്നും ആ കുടിപ്പക കുടികൊള്ളുകയാണ്. അത് ആ പിണക്കം കുടികൊള്ളുകയാണ്. ദൈവിക ദർശനമുള്ള ദൈവമക്കൾ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നവരല്ല. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് വിടുവിൻ, എന്നാൽ നിങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോടും അങ്ങനെ ക്ഷമിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ദർശനമുള്ള അബ്രഹാം സഹോദര സ്നേഹം നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ദർശനമുള്ള അബ്രഹാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നു. ദർശനമുള്ള അബ്രഹാം പിണക്കം നിമിത്തമായിട്ടാണ് പോയതെങ്കിലും സഹോദരപുത്രനെ വിടുവിച്ചു കൊണ്ടുവരുന്നു. എന്നാൽ ലോത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ലോത്തിന്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ള യാതൊരു അവസ്ഥയും അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ കാണുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു ദൈവദാസൻ ഇങ്ങനെ ഓർപ്പിക്കുകയുണ്ടായ പരേതനായ പാസ്റ്റർ PK ചാക്കോ. അദ്ദേഹം ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ദേവാലയത്തിലെ യാഗമർപ്പിക്കുവാൻ വേണ്ടി ചില ഗോതമ്പ് കൊണ്ടുവന്ന് അതിനെ നാടൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത് ഉരലിട്ട് ഇടിച്ച് നല്ല നേരിയ മാവാക്കാനായിട്ട് അതിനെ ഇടിച്ചു. അങ്ങനെ ഇടിച്ചപ്പോൾ ചിലത് ഇടി കൊള്ളാതെ ഉരലിന് വെളിയിലേക്ക് പോകാനിടയായി. ഉരലിന് വെളിയിൽ പോയതിനെ അവിടെ ഉണ്ടായിരുന്ന കോഴി കൊത്തിയെടുത്തു. ആ കോഴി പിന്നത്തേതിൽ വെളിയിലേക്ക് പോയപ്പോൾ ആ കോഴിയെ കുറുക്കാൻ പിടിച്ചത്. അങ്ങനെ ആ ഗോതമ്പ് കുറുക്കന്റെ ഉള്ളിൽ ചെന്ന് അത് വനത്തിലേക്ക് പോകാനിടയായി. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവദേശ ഇറങ്ങി വസിക്കുന്ന, ദൈവത്തിന്റെ ദീപം ജ്വലിച്ചു പ്രകാശിക്കുന്ന ആലയത്തിൽ വരേണ്ട ഗോതമ്പ്
ഇടികൊള്ളാൻ മനസ്സില്ലാതെ സമർപ്പണമില്ലാത്തതിന്റെ ഫലമായി അത് വനാന്തരത്തിലേക്ക് പോകാൻ ഇടയായി. എന്നാൽ അബ്രഹാമിനെ നോക്കൂ. അബ്രഹാം ദൈവത്തിന്റെ ആലോചന പ്രകാരം സഹോദര സ്നേഹത്തിന് വേണ്ടി ക്ഷമിക്കുന്നവനായി, സ്നേഹിക്കുന്നവനായി, വിട്ടുവീഴ്ചയുള്ളവനായി തീർന്നതിനാൽ യഹോവയാ ദൈവം പിൽക്കാലത്ത് തലമുറകളോട് പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകും. അങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നു. അബ്രഹാം നിമിത്തമായി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. നമുക്ക് നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിക്കാം. വിടുവിക്കുന്ന ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, ദൈവത്തിന്റെ പൈതലെ, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നീ ആരാധിക്കുന്ന സഭയ്ക്കെതിരെ ശത്രു അതിന്റെ തീയമ്പുകളുമായി കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ വശീകരണ ശക്തികൾ നിന്നെ അതിലേക്ക് വലിച്ച് കൊണ്ടുപോയി ദൈവിക ദർശനത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് ശാപഗ്രസ്തമായ അവസ്ഥയിലേക്ക് തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ, അബ്രഹാമിനെ പോലെ സഹോദര സ്നേഹത്തിന് വേണ്ടി, വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ക്ഷമിക്കുന്ന അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. കർത്താവ് ആ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിന്റെ സത്യസഭയെ കർത്താവ് ഇന്നും പണിതുകൊണ്ടിരിക്കുന്നു. ആ സത്യസഭയുടെ അംഗമായി ദൈവവചനത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കാണിച്ച ആ മാതൃകയെ പിൻപറ്റി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്ക് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച ഏവർക്കും തിരുനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കൂടുതൽ തിരുവചന സത്യങ്ങൾ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 05092261775. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.